എക്സാം എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് എഴുതാം. ബിക്കോസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് കുറേ ഒരു ആയിരക്കണക്കിന് പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ മടുത്തു പോകുന്ന ആളായിരിക്കും. ആ സമയത്ത് അറിയാത്ത പൊട്ടത്തരൊക്കെ ഫസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ഈ കൊച്ചു പഠിച്ചിട്ടൊന്നല്ലേ എഴുതി വെറുതെ വന്നിരുന്നെന്ന് വിചാരിച്ചിട്ട് കുറയ്ക്കും. പേപ്പർ ഇംപ്രഷൻ പോയി അവിടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതാം. അറിയാത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് വെക്കുക. അത് 10 മാർക്കിന് ശരി, 5 മാർക്കിന് ശരി, 3 മാർക്കിന് ശരി, അറിയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതാം. ഓക്കെ. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ് ഒഴിവാക്കുക. കഴിയുന്നതും കേഴ്സീവിൽ എഴുതാണ്ടിരിക്കുക. ബിക്കോസ് അവർ അത്ര എഫേർട്ട് ഇട്ടിട്ട് വായിച്ച് പോകണമെന്നില്ല. പിന്നെ തേർഡ് ടിപ്പ് എന്ന് വെച്ചാൽ കഴിയുന്നതും ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. ഡയഗ്രാംസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്വന്തമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കും ഡയഗ്രാംസ്. ആരും പറഞ്ഞു തരുന്നില്ല, ടെക്സ്റ്റിൽ ഡയഗ്രാം ഇല്ല കുഴപ്പമില്ല, സ്വന്തമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദിസ് ഡയഗ്രാം, ദിസ് എക്സ്പ്ലനേഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുക, കുഴപ്പമില്ല. കഴിയുന്നത് നിങ്ങൾ ഡയഗ്രാം ഇൻക്ലൂഡ്. 10 മാർക്കിനൊക്കെ ഡയഗ്രാം എന്തായാലും വേണം, അത് ഏത് സബ്ജക്റ്റ് ആയാലും ശരി. പിന്നെ ഫാർമക്കോളജിയിലാകുമ്പോൾ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ. ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എക്സാമിന് സബ് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചു. എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഡ്രഗ് ആൻഡ് അഡ്വേഴ്സ് ഇഫക്ട്സ്. പക്ഷെ എനിക്ക് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയില്ല. പക്ഷേ അഡ്വേഴ്സ് ഇഫക്ട്സ് എനിക്ക് തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും എഴുതാൻ അറിയാം, എന്റെ യൂസ് അറിയാം. അപ്പോൾ ഞാൻ ചെയ്തു അറിയുന്ന കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. അത് കൂടാതെ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ക്ലാസിഫിക്കേഷൻ എഴുതി. ആ ക്ലാസിഫിക്കേഷൻ മൊത്തം ചാർട്ടൊന്ന് ഞാൻ എഴുതി വെച്ചോളാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ലൈക്ക് ഒരു ചിലപ്പോൾ ചോദിച്ചത് 2 എക്സാമ്പിൾസ് ഓഫ് ദിസ് ഡ്രഗ് എന്നായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് ക്ലാസിഫിക്കേഷൻ മൊത്തം അറിയും. ഞാൻ ക്ലാസിഫിക്കേഷൻ മൊത്തം എഴുതി വെക്കും. 2 എക്സാമ്പിൾ മാത്രമേ ഞാൻ ചെയ്യില്ല. 3 മാർക്ക് ശരി, 5 മാർക്കിന് ശരി, 10 മാർക്ക് ശരി, ഫുൾ ഡ്രഗ്സ് ക്ലാസിഫിക്കേഷൻ ആയി വരച്ച് വെച്ചു. ബോക്സ് ആയി ഫുള്ള്. ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഫുൾ എക്സാമ്പിൾസ് പഠിക്കണമെന്നില്ല. എല്ലാ സബ് ഹെഡിങ്ങിന് 2 എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ മതി. 2 പറ്റണില്ലേ, സമയമില്ലേ, 1 എങ്കിലും വെച്ച് പഠിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച എല്ലാ ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ച ക്ലാസിഫിക്കേഷന്റെ എല്ലാം വൃത്തിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 എക്സാമ്പിൾ ചെയ്താൽ എല്ലാ സബ് ഹെഡിങ്ങിലും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.